വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്നൊരു ചൈനീസ് ഡിഷാണ് ചില്ലി ബീഫ്. ചില്ലി ചിക്കൻ പോലെ തന്നെ മലയാളീസ് കൂടുതലും പേരും പ്രിഫർ ചെയ്യുന്ന ഒരു ഡിഷാണ് ചില്ലി ബീഫ്. ആൻഡ് ഇത് പ്രോപ്പർ ചൈനീസ് രീതിയിലല്ല, കുറച്ച് ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ചില്ലി ബീഫിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചില്ലി ബീഫ് സെർവ് ചെയ്യുന്നത് റൈസ് ബൗളായിട്ടും നൂഡിൽ ബൗളും ആയിട്ടാണ്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഏഷ്യൻ ക്യൂക്കുംബർ സാലഡാണ്. അപ്പോൾ ആദ്യം അതൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ക്യൂക്കുംബർ അല്ലെങ്കിൽ ഊട്ടി കുക്കുംബറാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ക്യൂക്കുംബർ ഒന്ന് ലെങ്ത് വൈസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സീഡ് റിമൂവ് ചെയ്യണം. സീഡ് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സാലഡ് വാട്ടറി ആയിപ്പം. അത് കാരണം സീഡ് എപ്പോഴും റിമൂവ് ചെയ്തിട്ട് വേണം ഏത് സാലഡും ഉണ്ടാക്കാനായിട്ട് ക്യൂക്കുംബേഴ്സിൻ്റെ. ആദ്യം ക്യൂക്കുംബർ ഒന്ന് ഇറഗുലർ ഷേപ്പിൽ കട്ട് ചെയ്യുക ഇതുപോലെ, ആൻഡ് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്യുക. ഇതിങ്ങനെ റെഗുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സാലഡ് ആക്കാം, ഇതുപോലെ സ്മാഷ് ചെയ്ത് വേണമെങ്കിലും സാലഡ് ആക്കാം. കൂടുതൽ കാണാൻ എനിക്കിഷ്ടം ഇങ്ങനെയാണ്. ഇനി സോൾട്ട് തിരുമ്മി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം, അപ്പോൾ ഇതിലെ വെള്ളം മാറി കിട്ടുള്ളൂ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഫ്രൈഡ് ഗാർലിക്. ശരിക്കും ചില്ലി ഓയിലാണ് വേണ്ടത്, ബട്ട് ചില്ലി ഓയിൽ ഇപ്പോൾ വീട്ടിലില്ലാത്ത കാരണം ചില്ലി ഫ്ലേക്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. പിന്നെ സെസമി സീഡ് 2 പിഞ്ച്. വിനാഗിരി പുളിക്ക് ആവശ്യത്തിന് ചെറിയൊരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മതി. ആൻഡ് സോയാ സോസ് 1 ടീസ്പൂൺ. ദെൻ സെസമി ഓയിൽ, നല്ലെണ്ണ ഒരു 1.5 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക ക്യൂക്കുംബറിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ്. കറക്റ്റായിട്ടുണ്ട്. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് സോസും ഇതുപോലെ തന്നെ ഡബിൾ ചെയ്യുക. ഇത് വേണം, നമ്മൾ നേരത്തെ ഉപ്പിങ്ങനെ തിരുമ്മി വെച്ചാലും ഇതുപോലെ വെള്ളം നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കളയാൻ പറ്റും. ക്യൂക്കുംബർ നമ്മുടെ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസ് ആഡ് ചെയ്യുക ആൻഡ് മിക്സ് ചെയ്യുക. നമ്മുടെ ഒരു കോമ്പിനേഷൻ റെഡി ആയിട്ടുണ്ട്, റൈസ് ബോളിലോട്ടുള്ള ആൻഡ് നൂഡിൽ ബോളിലോട്ടുള്ള. ഇനി അടുത്ത ഡിഷ്. ഇനി നമ്മുടെ നാടൻ സ്റ്റൈൽ ചില്ലി ബീഫിന്, ശരിക്കത്തെ ചൈനീസ് ചില്ലി ബീഫിന് ടെൻഡർലോയിനാണ് എടുക്കേണ്ടത്. ഈ ഒരു സ്റ്റൈലിന് ടെൻഡർലോയിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബീഫ് ഫ്രൈനും ബീഫ് റോസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ കറി കട്ട് ബീഫ് മതി. ബട്ട് ഇതുപോലെ വലിയ ചങ്ക്സ് ആയിട്ട് എടുക്കുക ആൻഡ് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ ആദ്യം സ്ലൈസ് ചെയ്യുക ആൻഡ് തിൻ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക. എപ്പോഴും നല്ല തിൻ സ്ട്രിപ്പായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ബീഫ് അങ്ങനെ ടഫ് ആവില്ല. ഇതിപ്പോൾ ഒരു 1/2 kg ബീഫിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയാൻ പോണത്. ഇത്രയും തിന്നായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതും കട്ട് ചെയ്യാം. ബീഫ് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത ബീഫിലോട്ട്, വെള്ളം നന്നായിട്ട് കളഞ്ഞ ബീഫിലോട്ട് പെപ്പർ ആഡ് ചെയ്യുക. പെപ്പർ കുറച്ച് കൂടുതൽ വേണം, നമ്മൾ ഇന്ത്യൻ വേർഷൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പെപ്പർ വേണം. സാധാ പെപ്പർ മതി, ബ്ലാക്ക് പെപ്പർ ആൻഡ് സോൾട്ട്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഇനി 2 എഗ് വൈറ്റ്. ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എഗ് വൈറ്റും കൂട്ടണം. ഇതിപ്പോൾ 1/2 kg ബീഫിന് ഞാൻ 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം ബീഫിൽ. ഇനി കോൺഫ്ലവർ ഡിപ്പ് ചെയ്യണം. നമ്മൾ എഗ് വൈറ്റ് മാരിനേറ്റ് ചെയ്ത ബീഫിലോട്ട് കോൺഫ്ലവർ ഇതുപോലെ ഡിപ്പ് ചെയ്യുക. ഒരുപാട് കട്ടിയിൽ മുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു കോട്ടിങ് വന്നാൽ മതി. ആൻഡ് ഇതുപോലെ ചെറിയ ഡിസ്റ്റൻസിൽ വേണം എല്ലാം ഡിപ്പ് ചെയ്ത് നമ്മൾ കോൺഫ്ലവർ കോട്ട് ചെയ്ത ബീഫ് വെക്കാനായിട്ട്. ആൻഡ് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. ഇനി ഫ്രൈ ചെയ്യാം, ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓയിൽ നന്നായി ചൂടായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം ബീഫ് ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് ചെറിയ സ്ട്രിപ്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ മതി ബീഫ് കുക്ക് ആവാനായിട്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺഫ്ലവർ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പർ ലെയർ ചെയ്ത പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഓവറായിട്ട് ഫ്രൈ കഴിഞ്ഞാൽ ബീഫ് ഭയങ്കര ടഫായി പോകും, അപ്പോൾ അങ്ങനെ ആവരുത്. ജിജോ, നൂഡിൽ ബൗളാണോ ഫ്രൈഡ് റൈസിൻ്റെ ബൗളാണോ വേണ്ടത്? ഇനി ചില്ലി ബീഫിൻ്റെ സോസിന് വേണ്ടിയിട്ട് സോയ സോസ് വേണം, ഡാർക്ക് സോയ വേണം, ടൊമാറ്റോ കെച്ചപ്പ് വേണം, ഷുഗർ വേണം, വിനീഗർ വേണം, ഹണിയും വേണം. ഇത്രയും മതി. ഡാർക്ക് സോയ 2 ടേബിൾ സ്പൂൺ, വിനീഗർ 1/2 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ്. ചിലർക്ക് ഈ ചില്ലി ബീഫിൽ മധുരം അത്ര ഇഷ്ടമല്ല, അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹണി 1/2 ടീസ്പൂൺ, 1/2 to 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. നമുക്കത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ആൻഡ് കാസ്റ്റർ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഷുഗർ അതും 1/2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യാം. സോസ് എപ്പോഴും നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് വേണം. ആൻഡ് അതുപോലെ തന്നെ സോസ് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ബീഫിലോട്ട് ആഡ് ചെയ്യാൻ. അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. മധുരവും പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ബീഫ് ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ, സൺഫ്ലവർ ഓയിൽ തന്നെ ഒരു കടായിലോട്ട് ആഡ് ചെയ്യുക. ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് നേരിയതായിട്ട്, ആൻഡ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ചതച്ചത്, ആൻഡ് പച്ചമുളക്. ചില്ലി ബീഫ് ആയതുകൊണ്ട് പച്ചമുളക് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചുമന്ന മുളക്, നമ്മുടെ പച്ചമുളക് തന്നെ പഴുത്ത മുളക് ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത്.
ഓയിലോട്ട് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇഞ്ചി ആഡ് ചെയ്യുക. ആൻഡ് വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. ഇഞ്ചിയും 2 ടീസ്പൂൺ തന്നെ. ആൻഡ് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയത് ഒരു 2 എണ്ണം. ആൻഡ് പച്ചമുളക് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തത് അതൊരു 2 പിഞ്ച് എരിവിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം വന്നു കഴിയുമ്പോൾ സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. ചില്ലി ചിക്കനിലൊക്കെ നമ്മൾ കാണില്ലേ അതുപോലെ ഇറഗുലർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ആൻഡ് സോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ബീഫും കൂടി ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ സവാള ആയിക്കോളും. അപ്പോൾ ഇത്രയും ആയാൽ മതി സവാള. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അത് ലോ ഫ്ലെയിമിൽ വെച്ച് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് സോസ് ഒന്ന് തിക്കാവണം. ഇനി നമ്മൾ സോസ് ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ആൻഡ് 2 പിഞ്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുക. കൂടി പോരുത്, ജസ്റ്റ് 2 പിഞ്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ സോസ് പാനിലുണ്ടല്ലോ പാനിലോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ ചില്ലി ബീഫിന് ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് തിക്കാവട്ടെ. ജസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടേസ്റ്റ്, ഇപ്പോൾ സ്വീറ്റ് വേണ്ടവർക്ക് സ്വീറ്റ് ആക്കാം. ചില്ലി ബീഫ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ സവാള ജിഞ്ചറൊക്കെ അരിഞ്ഞ് സോട്ട് ചെയ്ത് വെച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കോ എടുക്കാം, ഗ്രീൻ ക്യാപ്സിക്കോ എടുക്കാം. അത് ഇതുപോലെ വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓവർ കുക്കായി പോകും ക്യാപ്സിക്കം. ഞാനൊരു പകുതി ക്യാപ്സിക്കോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൈസ് ബോളും നൂഡിൽ ബോളും ഉണ്ടാക്കാൻ പോണേ. അതിനേക്കാളും മുമ്പ് ഞാൻ ഇതിൻ്റെ ഈ ചില്ലി ബീഫ് ഉണ്ടാക്കുമ്പോൾ ആകെ കൂടെ ശ്രദ്ധിക്കാനുള്ളത് ബീഫ് ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്. ആൻഡ് ഉണ്ടാക്കാൻ ഈസിയാണ്. ബീഫിൻ്റെ ഏത് പീസ് വേണേൽ വെച്ച് നമ്മൾ റെഗുലർ മേടിക്കണ ബീഫ് കട്ട്സ് മേടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ടെൻഡർലോയിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് ശ്രദ്ധിക്കാനുള്ളത് കോൺസ്റ്റാച്ച് ഫ്രൈ ചെയ്യണേക്കാളും ലാസ്റ്റ് മിനിറ്റ് വേണം ആഡ് ചെയ്യാനായിട്ട്, ഡിപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഓവറായിട്ട് ഫ്രൈ ആവാനും പാടില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും ബീഫ് കട്ട് ചെയ്യുമ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്യാം. ഇനി നൂഡിൽ ബൗളും റൈസ് ബൗളും ഉണ്ടാക്കാനായിട്ട് ഞാൻ റൈസ് ബൗളിൽ സ്റ്റിക്കി റൈസാണ് യൂസ് ചെയ്തേക്കണേ. ജാപ്പനീസ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ സ്റ്റിക്കി റൈസ് കുക്ക് ചെയ്തിട്ട് അതേ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ബട്ട് ജാപ്പനീസ് റൈസ് അല്ല, ഇതൊരു സിമ്പിൾ സാധനം. സ്റ്റിക്കി റൈസ് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ മേടിക്കുവാണെങ്കിലും ആ ഇൻസ്ട്രക്ഷൻ, പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ നോക്കി കുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നൂഡിൽസ്, നമ്മുടെ മാഗി നൂഡിൽസ് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ഓവർ കുക്ക്ഡായി പോകരുത്, കുക്ക് ചെയ്ത് ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് മാഗി ആണെങ്കിലും റാമൻ നൂഡിലാണെങ്കിലും എപ്പോഴും കുക്ക് ചെയ്തിട്ട് തണുത്ത വെള്ളം മേലെ ഒഴിക്കുക. അപ്പോഴേ ഇതിങ്ങനെ സ്റ്റിക്കി ആവാതെ ഇരിക്കുള്ളൂ, ഇതുപോലെ വിട്ട് നിൽക്കുള്ളൂ. സോ പാൻ ചൂടായി കഴിയുമ്പോൾ ആദ്യം നൂഡിൽസ് ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പാൻ ചൂടായി കഴിയുമ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് ചെറുതായിട്ട് മിക്സ് ചെയ്ത് ഗാർലിക്, അത് ഗാർലിക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. നൂഡിൽസിന് ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ല. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മിൻസ് ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. സോട്ട് ചെയ്യുക. ലൈറ്റ് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫൻ ആയാൽ മതി. സ്പ്രിംഗ് അനിയൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. സ്പ്രിംഗ് അനിയൻ്റെ അണിയൻസും ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടും ആഡ് ചെയ്യുക. ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട്. ആൻഡ് സോയ സോസ് ആഡ് ചെയ്യുക. ഡാർക്ക് സോയയും ആഡ് ചെയ്യാം, ലൈറ്റ് സോയയും ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കുക. ആൻഡ് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. ചിലർക്ക് സ്വീറ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്യാം ഈ സമയത്ത്. ഇനി നമ്മുടെ നൂഡിൽസ്, കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ആഡ് ചെയ്യാം. ചെറിയ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോക്ക് ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ വിടിയിച്ച് ഞാൻ നമ്മുടെ നൂഡിൽ ബൗളിലോട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ബൗളിന് വേണ്ടിയിട്ട് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ. ഞാനൊരു 1 കപ്പ് സ്റ്റിക്കി റൈസാണ് കുക്ക് ചെയ്തേക്കുന്നത്. കുക്ക് ചെയ്ത് സ്റ്റിക്കി റൈസ് ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ഫിഷ് സോസും കൂടി ഈ റൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ക്വാണ്ടിറ്റി സ്പ്രിംഗ് അനിയൻ, ഗ്രീൻസും ആഡ് ചെയ്യുക, അനിയൻസിൻ്റെ ഭാഗവും ആഡ് ചെയ്യുക. ആൻഡ് ഇനി മെയിനായിട്ട് എഗ്സാണ് ആഡ് ചെയ്യാനുള്ളത്. എഗ്സ് ഒരിക്കലും ഓവർ കുക്ക്ഡായി പോകരുത്. അപ്പോൾ കുറച്ചുകൂടി ഓയിൽ ഇതിൻ്റെ സെൻറ്ററിൽ ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ ബീറ്റ് ചെയ്ത് എഗ്സ് ആഡ് ചെയ്യുക. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റർ ചെയ്താൽ മതി. ആൻഡ് അതുപോലെ ഇതുപോലെ ഇങ്ങനെ സ്റ്റർ ചെയ്യരുത്. കുറച്ചൊന്ന് എഗ്സ് ഒന്ന് കട്ടിയായിട്ട് വേണം സ്റ്റർ ചെയ്യാൻ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പീസസ് ആയിട്ട് കിടക്കണ കാണാനാണ് ഭംഗി. കുറച്ച് ഹാഫ് കുക്കായിട്ടിരിക്കണം റൈസിൽ. എഗ്സ് ഓവർ കുക്കായി കഴിഞ്ഞാൽ ഈ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാം. ഇനി സ്പ്രിംഗ് അനിയൻ കുറച്ചുകൂടി ആഡ് ചെയ്യാം. നമ്മുടെ റൈസ് ബോളിലോട്ടുള്ള റൈസും റെഡി ആയിട്ടുണ്ട്. ഫിഷ് സോസ് ആഡ് ചെയ്തേക്കുന്ന കാരണം വേറെ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈസ് ബോളിലെ റൈസ് റെഡി ആയിട്ടുണ്ട്.
ഇനി 2 നൂഡിൽ ബൗളും 2 റൈസ് ബൗളും സെറ്റ് ചെയ്യാൻ പോണേ. കുറച്ച് ബ്രോക്കലി കൂടി അതിൻ്റെ റൈസ് ബൗളിൽ കുറച്ച് ബ്രോക്കലിയും കൂടി സ്റ്റീം ചെയ്ത് വെക്കുന്നുണ്ട്. ആ നൂഡിൽ ബൗളിൻ്റെ കൂടെ നമ്മുടെ ബുൾസൈ വെക്കുന്നത്. റൈസ് ബൗളിൽ നമ്മൾ എഗ്സ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കാരണം ബുൾസൈ വെക്കുന്നില്ല. ബൗളിലോട്ട് നൂഡിൽസ് ആഡ് ചെയ്യുക. സോറി, ഞാൻ കുറച്ച് മെസ്സായി പോയി. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്നല്ലോ കേട്ടോ. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അഥവാ ബീഫ് ഉണ്ടാക്കിയില്ലെങ്കിലും ഈ നൂഡിൽസും നമ്മുടെ സൈഡ് ഡിഷസൊക്കെ ആയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഏഷ്യൻ ക്യൂക്കുംബർ സാലഡ് ഉണ്ടല്ലോ, അത് ഇങ്ങനെയാകുമ്പോൾ പ്ലേറ്റ് തന്നെ ഭയങ്കര കളർഫുള്ളാണ് ആൻഡ് ഭയങ്കര അപ്പീലിങ്ങുമാണ്. കുറേ കൂടെ നൂഡിൽസ് വേണ്ടവർക്ക് ആഡ് ചെയ്യാട്ടോ. ഞാൻ കുറച്ചേ ആഡ് ചെയ്തിട്ടു. ബ്രോക്കലി ആൻഡ് നമ്മുടെ ബുൾസൈ. യെസ്, നമ്മുടെ നൂഡിൽ ബൗൾ സെറ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചില്ലി ഓയിൽ ആഡ് ചെയ്യാം. യെസ്, നമ്മുടെ ലഞ്ച് സെറ്റാണ്. ഇനി നമ്മുടെ റൈസ് ബൗളിന് നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കി റൈസ്. ഈ സ്റ്റിക്കി റൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇവിടെ ജോർജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈസാണത്. അപ്പോൾ സ്റ്റിക്കി റൈസ് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും ഓൺലൈൻ ഓർഡർ ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ ഡിഷസ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ റെസ്റ്റോറൻറ്റ് ഡിഷസ് അങ്ങനെ ക്രേവ് ചെയ്യില്ല. ബീഫ്, പിന്നെ നമ്മുടെ ക്യൂക്കമ്പർ സാലഡ്, ബ്രോക്കലി, ബുൾസൈ ഞാൻ ഇതിൽ വെക്കുന്നില്ല. ഇനി ചൈനീസ് ഡിഷസിൻ്റെ കൂടെ എന്തെങ്കിലും ഫിസ്സുള്ള ജ്യൂസ് മസ്റ്റ്. അപ്പോൾ ഞാൻ ലൈം ആൻഡ് ജിഞ്ചറിൻ്റെ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ലൈം ആൻഡ് ജിഞ്ചറിൽ കുറച്ച് സോഡയും കൂടി ആഡ് ചെയ്തിട്ട് ജ്യൂസാക്കി. ഇല്ലെങ്കിൽ എന്തായാലും ജോർജിയും മന്നയൊക്കെ ഡയറ്റ് കോക്ക് ഓർഡർ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ ഇത് റെഡിയാക്കി വെക്കണം. നൂഡിൽ ബൗളും ഇഷ്ടമാണ്, റൈസ് ബൗളും ഇഷ്ടമാണ്. അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. ബട്ട് ഇന്ന് നൂഡിൽസ് ട്രൈ ചെയ്യാം. ടേസ്റ്റ് ആയിട്ട് ബീഫ് നമ്മുടെ റെസിപ്പി വീഡിയോ. ഒരു രക്ഷയില്ല. നിങ്ങൾ നൂഡിൽസ് ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ചില്ലി ബീഫ് പിന്നെ സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. എല്ലാത്തിൻ്റെ കൂടെയും പോകും. നോർമൽ ഫ്രൈഡ് റൈസ്, നമ്മുടെ ഇന്ത്യൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നന്നായിട്ട് പോകും. ഇനി റൈസ് ട്രൈ ചെയ്യട്ടെ. റൈസിൽ ഞാൻ ക്യൂക്കുംബർ, നമ്മുടെ ഏഷ്യൻ സ്റ്റൈൽ ക്യൂക്കുംബറും മിക്സ് ചെയ്യട്ടെ, ബ്രോക്കലി മിക്സ് ചെയ്യട്ടെ, ആൻഡ് ചില്ലി ബീഫും മിക്സ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, ചെറിയ പീസ് എടുക്കട്ടെ. ഇതിൽ ഏതാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ക്രേവ് ചെയ്യണ ഏതാണ് അത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ രണ്ടും റൈസും നൂഡിൽസും ഉണ്ടാക്കാമെന്നുള്ളത്. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജിജോവും നന്നെ നൂഡിൽസിൻ്റെ ആൾക്കാരാണ്, ജോർജി ഞാനും റൈസിൻ്റെ ആൾക്കാരാണ്. ബട്ട് ക്രേവ് ചെയ്യണ ഇതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ട്രൈ ചെയ്ത് നോക്കാം. ബൈ.